ഹേസ്ലെറ്റ് സിസ്റ്ററിൻ്റെ നേരെ മൂത്ത സഹോദരൻ ജോർജ് ഇഗ്നേഷ്യസ്, അദ്ദേഹം ഒരു പ്രിൻസിപ്പാളായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു അല്ലേ. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സിസ്റ്ററിനെ കുറിച്ചുള്ള ആ ഒരു ഓർമ്മകൾ, സഹോദരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹം ഇപ്പോൾ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. എൻ്റെ നേരെ അനിയത്തിയാണ്. എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് ജനിക്കുന്നത്. അപ്പോൾ ഒരു കളിക്കൂട്ടുകാരിയെ പോലെ വളർന്നാണ് ഞങ്ങളെല്ലാം പങ്കുവെച്ച് അങ്ങനെയുള്ള ജീവിതമായിരുന്നു. ഹൈ റേഞ്ചിലെ മലമ്പ്രദേശത്തായിരുന്നു ഞങ്ങളുടെ ജനനവും വളർച്ചയൊക്കെ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ, അപ്പനമ്മ, സഹോദരങ്ങൾ, അങ്ങനെ എല്ലാവരും പങ്കുവെച്ച് അങ്ങനെ ജീവിച്ചു. സന്തോഷമായിട്ടുള്ള ജീവിതമായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ഒരു ജീവിത വഴി തിരഞ്ഞെടുത്തു. അതിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. എപ്പോഴും പാവപ്പെട്ടവരുടെ പക്ഷം ചേർന്ന് നിൽക്കാൻ, ബുദ്ധിമുട്ടുള്ളവരോട് കൂട്ടുകൂടാൻ, അതൊക്കെയാണ് അവൾക്ക് ചെറുപ്പം മുതലേ ഇഷ്ടം. അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടിയ പരിശീലനം തീർച്ചയായിട്ടും അതിനൊക്കെ ഒത്തിരി സഹായിച്ചെന്ന് പലപ്പോഴും പറയാറുണ്ട്. ഞങ്ങളുടെ പങ്കുവയ്ക്കലിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കൂടുതൽ എന്താ പറയുക, മനുഷ്യോന്മുഖമാകാനായിട്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെ നിൽക്കാനായിട്ട്, പ്രശ്നമുള്ളവരുടെ കൂടെ നിൽക്കാനായിട്ട് സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പം ഞാനും അധ്യാപകനായിരുന്നു. ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവയ്ക്കുമായിരുന്നു. കുട്ടികളോട് സ്നേഹത്തിൽ പെരുമാറിയാൽ, കുട്ടികളെ സ്നേഹിച്ചാൽ, അവരുടെ ഒപ്പം നിന്നാൽ, അവരെ ഒന്ന് മനസ്സിലാക്കിയാൽ കുട്ടികളൊന്നും ഒരു പ്രശ്നത്തിലേക്കും പോവില്ല. ഒരു മയക്കുമരുന്നോ അല്ലെങ്കിൽ ഒരു തെറ്റായ ബന്ധങ്ങളോ, കുട്ടികൾ എന്താണ് അധ്യാപകരെ സ്നേഹിച്ച്, കുട്ടികളെ സ്നേഹിച്ച്, അങ്ങനെ കുട്ടികളെ സ്നേഹിച്ച് കൊണ്ടുപോയ ഒരാളാണ്. അപ്പോൾ അവരുടെ സ്കൂളിലെ കുട്ടികളെ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. അവരുടെ അധ്യാപകർക്ക് ഒക്കെ എങ്ങനെ ബന്ധപ്പെടാനും ക്ലാസ് എടുക്കാനും ഒക്കെ പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ കേട്ടുള്ളതും കണ്ടിട്ടുള്ള കാര്യം എനിക്ക് ഒത്തിരി സന്തോഷം തരുന്നുണ്ട്, അഭിമാനവും തോന്നുന്നുണ്ട്. എന്നാലും പെട്ടെന്നുള്ള വിയോഗം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നഷ്ടപ്പെട്ടു എങ്കിലും വളരെ വേഗത്തിൽ സ്കൂളിലൊക്കെ ജോലി ചെയ്യും തീവ്രമായിട്ട്, പിന്നെ അവരുടെ കമ്മ്യൂണിറ്റി ജോലി ചെയ്യും, പിന്നെ പൊതുസമൂഹത്തിലും മനുഷ്യരുടെ ഇടയിലും പള്ളിയിലും ഇടവകയിലും അങ്ങനെ ഒത്തിരി കാലം. ഞാൻ വിചാരിക്കും ഞാനൊരു 100 വർഷം കൊണ്ട് ചെയ്യുന്ന ജോലി അവൾ 56 വർഷം കൊണ്ട് ചെയ്തിട്ട് കടന്നുപോയി എന്നുള്ളൊരു ഫീലാണ്. അതുകൊണ്ട് എനിക്ക് പരാതിയില്ല. ദൈവം എടുത്തു, ദൈവം തന്നതല്ലേ. തീർച്ചയായിട്ടും ഇന്നലെ നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ കാണുകയുണ്ട്. ഇന്നലെ മൂത്ത ചേച്ചീനെ കണ്ടു, സിസ്റ്ററായിരുന്ന ചേച്ചിനെ കണ്ടു. ഒപ്പം പിതാവും ഇങ്ങനൊരു വാക്ക് പറഞ്ഞു ദൈവം തന്നു, ദൈവം എടുത്തു എന്നുള്ളത്. അപ്പോൾ ഇത്രത്തോളം വിശ്വാസത്തോടു കൂടി വളരെ വേദനയിലൂടെയാണ് നിങ്ങൾ നിൽക്കുന്നത്. എങ്കിൽ കൂടി ദൈവം ഈശോയ്ക്ക് വേണ്ടി കൊടുത്ത ഒരു മകളെ, അത് ഈശോ എടുത്തതിൻ്റെ ഒരു വലിയൊരു വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യാശയുടെ ഒരു ഇത് നിങ്ങൾ സഹോദരന്മാരിലെല്ലാവരും ഞങ്ങളിവിടെ വരുമ്പോൾ കാണുകയുണ്ടായി. എന്താണ് അതിൻ്റെ പുറകിൽ? ഞങ്ങളെ വളർത്തിയത് വളരെ തീക്ഷ്ണമായിട്ടുള്ള ദൈവസ്നേഹത്തിലാണ്. അപ്പോൾ ഓരോ ദിവസവും വീട്ടിലെ ഓരോ അനുഭവവും, ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നതാണെങ്കിലും, ഞങ്ങളുടെ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്നതാണെങ്കിലും, നാട്ടുകാരോടും അയൽക്കാരോടൊക്കെ പെരുമാറുന്നതാണെങ്കിലും, അതെല്ലാം ഞങ്ങൾക്കൊരു പങ്കുവയ്ക്കലിൻ്റെ കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട് കുറച്ച് പിന്നോക്കാവസ്ഥയുള്ള, റോഡ് സൗകര്യം കുറഞ്ഞിട്ടുള്ള, വൈദ്യുതി ഇല്ലാത്ത ആ നാട്ടിലെ ജീവിച്ചതൊക്കെ ഞങ്ങളെ ഇങ്ങനെ ഒത്തിരി പങ്കുവയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ദൈവാശ്രയമില്ലാതെ മുന്നോട്ട് ഒരു ദിവസം പോലും പോകാൻ പറ്റില്ല, ഒരു മണിക്കൂർ പോലും. അതൊക്കെ ഞങ്ങളെ വളരെയധികം ദൈവസ്നേഹമുള്ളവരും ദൈവവിശ്വാസമുള്ളവരും ദൈവഭയമുള്ളവരും തീക്ഷ്ണതയുള്ളവരും ഒക്കെ തീർച്ചയായിട്ടും ആക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല. അപ്പം മനുഷ്യരുടെ സഹായം സ്വീകരിക്കുകയും മനുഷ്യർക്ക് സഹായം കൊടുക്കുകയും അങ്ങനെ കൊണ്ടും സ്വീകരിച്ചും കൊടുത്തും ജീവിക്കുമ്പോൾ അതെല്ലാം ദൈവാനുഭവമായിട്ടായിരുന്നു ഞങ്ങൾ അന്ന് കരുതുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെയൊക്കെ കൂടുതൽ തീക്ഷ്ണമതികൾ, 35 കുട്ടികളുള്ള ക്ലാസ് ആണെങ്കിൽ ഈ 35 കുട്ടികൾക്ക് 2 കണ്ണ് വീതം 70 കണ്ണുകളുണ്ട്. അത് 70 കണ്ണും ഈ ഹേസ്ലെറ്റിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന അനുഭവമൊക്കെ അവൾ എപ്പോഴും പറയാറുണ്ട്. നല്ല അധ്യാപകർ അങ്ങനെയാണ്. നല്ല അധ്യാപകരെ കിട്ടുക എന്നുള്ളത് കുട്ടികളുടെ ഭാഗ്യമാണ്. ഹേസ്ലെറ്റിനെ കിട്ടിയ കുട്ടികൾ ഭാഗ്യമുള്ളവർ എന്നൊക്കെ ഇതൊക്കെ ഞാൻ കണ്ട് മനസ്സിലാക്കിയതാണ്. ഹേസ്ലെറ്റ് പറഞ്ഞല്ല, അവരുടെയൊക്കെ സ്കൂളുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഞാൻ പോയപ്പോഴും കണ്ടപ്പോഴും ഒക്കെ കണ്ട കാര്യമാണ്. അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ വിശ്വാസ പരിശീലനം, ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ നാട്ടിലെ ഈ SD കോൺവെൻ്റൊക്കെ അവിടെ ഉണ്ട്. ആ സിസ്റ്റേഴ്സ്, അതുപോലെ ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ അപ്പൻ, അതെല്ലാവരും തന്നൊരു മൂല്യമാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതിലൊത്തിരി അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും സിസ്റ്റർ ഹേസ്ലെറ്റിൻ്റെ പിതാവ്, 94 വയസ്സ് പിതാവ് ഇവിടെയുണ്ട്, ഇപ്പോഴും അദ്ദേഹമുണ്ട്. ഒപ്പം അമ്മയാണ് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നത്. ഒപ്പം മറ്റ് 6 മക്കളിൽ ഇപ്പോൾ 5 പേരും സഹോദരങ്ങളും ഇവിടെയുണ്ട്. മാനുഷികമായി സിസ്റ്ററിൻ്റെ വേർപാട് ഇവരെ വളരെ ദുഃഖത്തിലാണ് ആഴ്ത്തിയിരിക്കുന്നതെങ്കിലും ആത്മീയമായി നോക്കുമ്പോൾ ഈശോയുടെ അടുത്തേക്ക് ഞങ്ങളുടെ ഒരു സഹോദരി പോയതിൻ്റെ വലിയൊരു ആത്മീയ ആനന്ദത്തിലാണ് ഈ സഹോദരങ്ങളും പിതാവും ഇപ്പോൾ നമ്മോടൊപ്പം ആയിരിക്കുന്നതും.